വെൽക്കം ടു മൂവി ബ്രാൻഡ്. ദിലീപിനൊപ്പം തന്നെ മിമിക്രിയിലൂടെ എത്തി ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് നാദിർഷ. നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിലെല്ലാം വളരെ പേരുകേട്ട വ്യക്തിയാണ് നാദിർഷ. ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നാദിർഷ. തനിക്ക് ദിലീപ് സഹോദര തുല്യനാണെന്ന് പല അഭിമുഖങ്ങളിലും നാദിർഷ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായ സമയത്തും സുഹൃത്തെന്ന നിലയിൽ ദിലീപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചയാളാണ് നാദിർഷ. ദിലീപിന്റെ കുടുംബവുമായും അടുത്ത സൗഹൃദം നാദിർഷയ്ക്കുണ്ട്. ഇരുവരുടെ മക്കളും അടുത്ത സുഹൃത്തുക്കളാണ്. നാദിർഷയുടെ മക്കളായ ആയിഷയും ഖദീജയും ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ട് മാത്രം സിനിമയിലേക്ക് വന്നവരാണ് താനും തന്റെ ബാച്ചുമെന്നാണ് നാദിർഷ പറയുന്നത്. മറ്റു പലർക്കും കിട്ടിയതുപോലുള്ള പിന്തുണ തനിക്ക് കിട്ടിയിരുന്നില്ലെന്നും നാദിർഷ പറഞ്ഞു. സിനിമ ഇറങ്ങുന്ന സമയം കൂടെ നിൽക്കാനോ അതിനെക്കുറിച്ച് തള്ളിമറിക്കാനോ പാടി പുകഴ്ത്താനോ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ചെറിയ വീഴ്ചകൾക്ക് പോലും നോക്കിയിരിക്കുന്നവരുണ്ട്. സിനിമയിൽ പരിഗണന ലഭിക്കാത്തവരിൽ ഒരാളാണ് ഞാൻ. വീഡിയോ കാസറ്റുകളിലൂടെയും ഓഡിയോ കാസറ്റുകളിലൂടെയും മുഖവും ശബ്ദവും തിരിച്ചറിഞ്ഞ് സിനിമയിലെത്തിയവരാണ് അഭി, നാദിർഷ, ദിലീപ്, ഷിയാസ്, ഹരിശ്രീ അശോകൻ, കലാഭവൻ മണി, സലീം കുമാർ തുടങ്ങിയവർ. ആ പ്രായത്തിലെ എല്ലാവരും കഷ്ടപ്പെട്ട് വന്നവരാണ്. ജനങ്ങളാണ് ഇവിടെ വരെ എത്തിച്ചത്. എന്നാൽ പെട്ടെന്ന് വന്നവർക്ക് ലഭിക്കുന്ന കൂട്ടായ പരിഗണന ഞങ്ങൾക്ക് കിട്ടാറില്ല. കരുതിക്കൂട്ടിയുള്ള ആക്രമണം ഉണ്ടാകാറുണ്ട്. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാരണം കിട്ടിയാലും മെക്കിട്ട് കയറാമെന്ന് കരുതുന്നവരുണ്ട് എന്നും വികാരാധീതനായി നാദിർഷ മനസ്സു തുറന്നു. ദിലീപുമായി ബന്ധപ്പെട്ട കേസിന് ശേഷമാണ് കൂടുതൽ ആക്രമണം വരുന്നതെന്ന് തോന്നുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിനും നാദിർഷ മറുപടി പറഞ്ഞു. അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ഏതൊരു കാര്യത്തിനായാലും ചിലർ പിന്തുണയ്ക്കുകയും സത്യാവസ്ഥ അറിയാവുന്നവർ തള്ളിക്കളയുകയും ചെയ്യുമെന്നും മറ്റു ചിലർ അത് വിശ്വസിക്കുകയും ചെയ്യുമെന്നും നാദിർഷ പറഞ്ഞു. ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസം ആയിരിക്കുമെന്നാണ് നാദിർഷ പറഞ്ഞത്. ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. ആ ദിവസത്തിനു വേണ്ടി അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന്. 110% അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം, അതിനാണ് ഞാനും അവന്റെ കുടുംബവുമെല്ലാം കാത്തിരിക്കുന്നത് എന്നും നാദിർഷ പറഞ്ഞു. നടി കേസിൽ നിരവധി തവണ നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നാദിർഷ തനിക്ക് പണം നൽകിയതായി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് 25,000 രൂപ നൽകിയെന്നായിരുന്നു പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി. അതേസമയം താൻ ഒരു ഗായകനാകും എന്നതായിരുന്നു വീട്ടുകാരുടെ വിശ്വാസമെന്നാണ് നാദിർഷ പറയുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത്. ഒരിക്കൽ അതിന്റെ റിഹേഴ്സൽ കാണാൻ പോയി ഞാൻ ഒരു മിമിക്രിക്കാരൻ ആയി മാറുകയായിരുന്നു. കുട്ടിക്കാലം അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബാപ്പയ്ക്കുള്ള പോലെ ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. മൂത്ത ആളായതുകൊണ്ട് ഉത്തരവാദിത്വം കൂടിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.